വെച്ചിട്ട് നാവിൽ വെള്ളം ഊറുന്ന ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ട് നോക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവോലി മീനാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫിഷൊക്കെ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മീനിൻ്റെ മുകളിൽ നമുക്ക് വരകൾ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ആഴത്തിൽ തന്നെ വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മസാല പിടിച്ച് വരികയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ നന്നായിട്ട് വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി ആദ്യമായി മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാരിനേഷൻ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഫിഷ് ഫ്രൈയിൽ അവർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു സൂത്രമാണിത്. മസാലയിൽ ചോപ്പ് ചെയ്തിട്ട് കറിവേപ്പില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് അല്പം വെളുത്തുള്ളി പേസ്റ്റാക്കിയത് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനൊരു 8-9 വെളുത്തുള്ളി എടുത്തിട്ട് പേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ലെമൺ ജ്യൂസാണ്. ഞാനിപ്പോൾ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കി വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നല്ല തിക്ക് പേസ്റ്റായിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനും എടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ വരഞ്ഞു കൊടുത്തിട്ടുള്ള വരയിലൊക്കെ നന്നായിട്ട് മാരിനേഷൻ എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. തലഭാഗം വരുന്നതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് മസാല കുറച്ച് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ 3 മീനും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ വരെ ഒന്ന് മാരിനേഷനായിട്ട് മാറ്റി വെക്കാം. മാരിനേഷന് വേണ്ടിയിട്ട് 30 മിനിറ്റ് പുറത്ത് വെക്കണമെന്നില്ല. 20 മിനിറ്റ് ഫ്രിഡ്ജിലെ താഴെ തട്ടിൽ വെച്ചിരിക്കുക. കുക്ക് ചെയ്യുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മീൻ അടച്ച് വെച്ചിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഫിഷ് ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് മാരിനേഷന് വേണ്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിൽ വെച്ച് കൊടുക്കാം. 3 മീനും ഞാനിപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ടതായിട്ടില്ല. ഒരു സൈഡ് ഒരു 7 മിനിറ്റ് സമയം വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ സ്കിന്നൊന്നും പോവാത്ത രീതിയിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീനിൻ്റെ ഒരു വശമായിട്ടുണ്ട്. മീൻ ഒരുപാട് മുറിച്ചെടുക്കേണ്ട കാര്യമില്ല. നല്ലൊരു ജ്യൂസി ആയിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ 3 മീൻ ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീനിൻ്റെ അടുത്ത സൈഡ് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചേക്കുക. അതിനുശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതേ രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലിലേക്കായിട്ട് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക. തേങ്ങാപ്പാലിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇതേ രീതിയിൽ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇതിലെ ഇഞ്ചിക്ക് ഒരു പ്രത്യേക സ്വാദാണ്.
ഈ തേങ്ങാപ്പാലിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും എല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന ഒരു അസൽ രുചിയായിട്ടുള്ള ഒരു സോസ് റെഡി ആയിട്ട് വരും. കറിവേപ്പില തണ്ടോട് കൂടെ തന്നെ ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല ഫ്ലേവറായിരിക്കും. കറിവേപ്പിലിൻ്റെ ഫ്ലേവറും കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് എണ്ണ തെളിയുന്നത് പോലെ പാല് കുറുക്കി കുറുക്കി വരണം. ഇതേ രീതിയിൽ ഇടയ്ക്കിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇത് വെള്ളാവോലിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ആവോലി കിട്ടിയില്ലെങ്കിൽ ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കി നോക്കുക. കരിമീൻ കൊണ്ട് ഉണ്ടാക്കുക, അതുപോലെ കട്ടിയുള്ള ഏത് മീൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ കുറുകി ഒരു സോസ് കൺസിസ്റ്റൻസിയിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീനിൻ്റെ അടുത്ത വശം തേങ്ങാപ്പാലിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ വറ്റി കുറുകി നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ആയിട്ട് തേങ്ങാപ്പാലിൽ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് രുചിയാണ്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ പ്ലേറ്റ് ചെയ്യാം. ആദ്യ പ്ലേറ്റിലേക്ക് മീൻ വെച്ച് കൊടുക്കുക. മീൻ വളരെ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഒട്ടും പൊട്ടിപ്പോവാതെ സൂക്ഷിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുള്ള ആ സോസ് ഉണ്ടല്ലോ, അതിങ്ങനെ തേച്ച് കൊടുക്കുക. അങ്ങനെ ഡെലീഷ്യസ് ഫിഷ് ഇവിടെ റെഡിയാണ്. ഷെഫ് പിള്ളയുടെ വൈറൽ റെസിപ്പി ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ് റെഡി ആയിട്ടുണ്ട്. ഷെഫിൻ്റെ റെസിപ്പിയുടെ നെയിമൊക്കെ വളരെ വെറൈറ്റിയാണ്. അതിൻ്റെ ഫ്ലഷ് എടുത്ത് ആ സോസിൽ ഇങ്ങനെ മുക്കി കഴിക്കണം. ഭയങ്കര രുചിയാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ വെരി വെരി ഡെലീഷ്യസ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് നിമിഷങ്ങൾ കൊണ്ട് തീർന്നു പോവും. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇത് നമുക്ക് വെള്ളപ്പം, പുട്ട്, പൊറോട്ട എന്നിവയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. താങ്ക്